നിങ്ങൾക്കറിയാമോ, 10 വർഷമായി കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരണം നഷ്ടമായി പെട്ടാണിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ അമരക്കാരനായ രാഹുൽ ഗാന്ധി ഒരു സംസ്ഥാനത്തിൽ നിന്നും മറ്റൊരിടത്തേക്കും അവിടെ നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കും യാത്ര ചെയ്യുന്നു. ചിലരൊക്കെ ചിന്തിച്ചിരിക്കാം, രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ ചിലവാക്കാനുള്ള പണമുണ്ടാകുമോ? നമുക്കിതിനെക്കുറിച്ചൊന്ന് നോക്കാം. രാഹുൽ ഗാന്ധി ഒരു MP ആണ്, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. അതിനാൽ അദ്ദേഹത്തിന് 1.24 ലക്ഷം പ്രതിമാസ ശമ്പളം ലഭിക്കും. ഇവയെ കൂടാതെ കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് 70,000 പെർ മന്ത് ഉണ്ട്. ഇത് MP തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളെ കാണാനും ഓഫീസ് പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കേണ്ടതാണ്. ഇതല്ലാതെ ഡെയിലി അലവൻസ് പാർലമെന്റിൽ പങ്കെടുക്കുമ്പോൾ ഏകദേശം 2,000 രൂപ പെർ ഡേ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും. ഇവയെ കൂടാതെ ട്രാവൽ അലവൻസസ്, ഇന്ത്യ മുഴുവൻ ഫ്രീ എയർ ട്രാവൽ, ഫ്രീ ട്രെയിൻ ട്രാവൽ എന്നിവ കിട്ടും. ഇതിനേക്കാൾ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആണ്. സാലറി MP തന്നെയാണെങ്കിലും രാഹുൽ ഗാന്ധിക്ക് കേന്ദ്രത്തിൽ ലഭിക്കുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റർ ലെവൽ പദവിയാണ്. അതിനാൽ മിനിസ്റ്റർ ലെവൽ ഫെസിലിറ്റി രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും. ഭരിക്കുന്ന സർക്കാരിന് ലീഡർ ഓഫ് ഒപ്പോസിഷന് ഒരു ഓഫീസ്, പേഴ്സണൽ സെക്രട്ടറി, റിസർച്ച് ടീം, ഓഫീസ് ടീം ഇവ നൽകേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇതൊന്നും ഇല്ലെങ്കിലും 2024 തിരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് പ്രകാരം രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ 20 മുതൽ 25 കോടി ആസ്തിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ജീവിക്കാൻ ഈ മന്ത്ലി സാലറി ഒന്നും തന്നെ വേണ്ട.